ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഗോൾഡ് പോലെയാണ്. ചില രാജ്യങ്ങൾ ഇത് ട്രാൻസാക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പക്ഷെ ബിറ്റ്കോയിൻ വാങ്ങിക്കണമെങ്കിൽ ഡോളേഴ്സ് വേണ്ടി വരും. അപ്പൊ ബിറ്റ്കോയിൻ മണിയാണോ, ഗോൾഡ് ആണോ, പേപ്പർ കഷ്ണമാണോ? ഇതൊക്കെയാണ് ബിറ്റ്കോയിൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ടൈമിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ ഐ ഡിഡ് മൈ റിസർച്ച് ആൻഡ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. ഹായ്, ദിസ് ഇസ് പൂർണിമ, യുവർ ഫിനാൻസ് ഡോക്ടർ. ഐ പ്രിസ്ക്രൈബ് സൊല്യൂഷൻസ് ടു യുവർ മണി പ്രോബ്ലംസ്. സോ ബിറ്റ്കോയിൻ ഇസ് മണി. പക്ഷേ റുപ്പി, ഡോളർ ഒക്കെ പോലെ പ്രിന്റഡ് അല്ല. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്ത് ക്രിയേറ്റ് ആൻഡ് വെരിഫൈ ചെയ്തതാണ്. ഇതിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. പക്ഷേ സപ്ലൈ ഫിക്സഡ് ആണ്. കാരണം ആകെ മൊത്തം 21 മില്യൺ കോയിൻസ് മാത്രമേ ഉള്ളൂ. അത് വാങ്ങാൻ ആൾക്കാർ കൂടുമ്പോൾ അതിന്റെ പ്രൈസ് കൂടും, കുറയുമ്പോൾ പ്രൈസും കുറയും. US-ലും മറ്റു കൺട്രീസിലും ഒക്കെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ബിറ്റ്കോയിൻ യൂസ് ചെയ്ത് തുടങ്ങി. എക്സാമ്പിൾ ടെസ്ല, പേപാൽ എക്സെട്ര. പക്ഷേ ഇന്ത്യയിൽ ബിറ്റ്കോയിനെ മണി ആയിട്ടല്ല, അസറ്റ് ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ വെച്ച് നമുക്ക് സാധനം വാങ്ങാനും വിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് കയ്യിൽ വെക്കാം, ഗോൾഡ് ഒക്കെ പോലെ. അപ്പോൾ നിങ്ങൾ പറയും, ഒരു ബിറ്റ്കോയിൻ വാങ്ങണമെങ്കിൽ 1 കോടിക്ക് മേലെയൊക്കെ വേണ്ടേ? വേണ്ട. ഒരു ബിറ്റ്കോയിനെ 100 മില്യൺ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് യൂണിറ്റ്സ് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കാം. സോ ഒരു ബിറ്റ്കോയിൻ യൂണിറ്റ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ എന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം.